നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വല്ലാതെ ആഗ്രഹിച്ചിരുന്ന വിവാഹം രണ്ടാമത് മുടങ്ങിപ്പോയത്. അതിന്റെ ദേഷ്യം മാറാൻ കുറച്ച് സമയമെടുക്കും. ഞങ്ങളോട് ദേഷ്യം കാണിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടെന്ന് പറയാം. എന്നാൽ ഏട്ടത്തിയോട് കാണിക്കുന്ന ഈ അകൽച്ച സഹിക്കാൻ പറ്റാത്ത. ഇതിപ്പോ നമുക്കാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഒരു കാര്യവും അച്ഛൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവന്തികടുത്തേക്കാണെങ്കിൽ ദേഷ്യവും. അതൊക്കെ ഒന്ന് മാറട്ടെ, എല്ലാം ശരിയാവും. പിന്നെ അർച്ചനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞെന്ന് പറയാനാവില്ലല്ലോ. അതല്ലേ അർച്ചന അവന്തികടുത്തോട് നിന്നെ തിരികെ കൊണ്ടുവരണമെന്ന് കാര്യമായിട്ട് ആവശ്യപ്പെട്ടപ്പോ എടുത്തേക്ക് കാര്യം മനസ്സിലായതും അച്ഛനോട് സംസാരിച്ച് നിന്നെ തിരിച്ചു വിളിക്കാൻ സമ്മതിച്ചതും. എന്റെ ഇവന്റെയും കാര്യത്തില് കൂടുതലായി തലയിട്ടതിന് അച്ചുചേച്ചി ഇപ്പോ വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലേ? ഇങ്ങനെയൊക്കെ ആവും കാര്യങ്ങളെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അതൊക്കെ പോട്ടെ, നീ എന്നല്ല ആരും കരുതിയതല്ല നടന്നതും നടക്കുന്നതും. സച്ചേട്ടൻ പറഞ്ഞ പോലെ അച്ഛന്റെ ദേഷ്യമൊക്കെ മാറുമ്പോ എല്ലാം ശരിയാവും. നിങ്ങൾ നന്നായിട്ട് ജീവിച്ചാൽ മതി. അപ്പോ താനെ അച്ഛൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും. എന്റെ കാര്യം ഞങ്ങൾ തന്നെ അച്ഛനോട് സംസാരിച്ചോളാം. നിങ്ങൾ രണ്ടുപേരെയും വിവാഹം കഴിപ്പിക്കുക, ഒരുമിച്ചാക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. അത് രണ്ടും ഇപ്പൊ നടന്നു കഴിഞ്ഞു. ഇനിയുള്ളതൊക്കെ സമയം പോലെ മാറിക്കോളും. എന്തായാലും നിങ്ങൾ ഒരുമിച്ചല്ലോ, അത് മതി എനിക്ക്. നമ്മൾ ശരിക്കും ഇവിടുത്തെ അച്ഛൻ്റെയും അവന്തികടുത്തെയും കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇവിടെ ഉള്ളവരെക്കാൾ നമ്മളോട് ഏറ്റവും ദേഷ്യമുള്ളവരാ തൻ്റെ വീട്ടുകാര്. അവരെ ഇനി എന്ത് പറഞ്ഞാണാവോ സമാധാനിപ്പിക്കുന്നതും പിണക്ക് മാറ്റുന്നതും. അനൂപേട്ടനൊക്കെ നല്ല ദേഷ്യമുണ്ടാവും. അത്രയ്ക്കും വഴക്കൂടിയല്ല ഇവിടുന്ന് പോയത്. പിന്നെ ആതിരെ അവരെ അവഗണിച്ച് ഇറങ്ങി വരികയും ചെയ്തു. ശരിക്കും പ്രധാന പ്രശ്നം കിടക്കുന്നത് അവിടെയാ. രണ്ടുപേര് തമ്മിൽ സ്നേഹിക്കുകയും അവരവരുടെ ഇഷ്ടത്തിന് ഒന്നിക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു വീട്ടിൽ നടക്കുന്നതേ ഇവിടെ നടന്നിട്ടുള്ളൂ സച്ചേട്ട. പിന്നെ അപമാനഭാരം ദേഷ്യമാവുന്നേ ഉള്ളൂ. അനുപേണ്ണ ആതിരെ ഇങ്ങോട്ട് വരുന്നതിൽ നല്ല എതിർപ്പുണ്ടായിരുന്നു. എന്താ കാര്യം എന്നുള്ളത് സച്ചേട്ടന് അറിയാലോ. പിന്നെ സന്ദീപായി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വേറെ. അതിൻ്റെ കൂടെ ആതിര ഗർഭിണിയായി. ഇതൊക്കെ സാധാരണ ഒരു കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറം. എല്ലാം ശരിയാവുന്ന പ്രതീക്ഷിക്കാനേ നമുക്ക് കഴിയും. എന്തായാലും എല്ലാം ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നല്ലോ, അത് തന്നെ ആശ്വാസം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.